ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആധാറിൽ പ്രധാനമായും 3 തരം അപ്ഡേഷനുകളാണ് വരുന്നത്. ഒന്നാമത്തേത് ഡോക്യുമെന്റ് അപ്ഡേഷൻ, രണ്ടാമത്തേത് ബയോമെട്രിക് അപ്ഡേഷൻ, മൂന്നാമത്തേത് ഡെമോഗ്രാഫിക് അപ്ഡേഷൻ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഡോക്യുമെന്റ് അപ്ഡേഷൻ. ഡോക്യുമെന്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് 10 വർഷമായ ആധാർ നമ്മൾ പുതുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രൂഫ് അല്ലെങ്കിൽ ഒരു രേഖ ഹാജരാക്കണം. അതുകൊണ്ടാണ് അതിന് ഡോക്യുമെന്റ്, നമ്മളൊരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഡോക്യുമെന്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ബയോമെട്രിക് അപ്ഡേഷൻ. ബയോമെട്രിക് അപ്ഡേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബയോമെട്രിക്കായ നമ്മുടെ വിരലടയാളം, നമ്മുടെ കണ്ണിന്റെ അടയാളം, ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പോവാണ്, അഥവാ ഓപ്പൺ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഫിംഗർ വെക്കുമ്പോൾ അവർ പറയും നിങ്ങളുടെ ഫിംഗർ ക്വാളിറ്റി കുറവാണ്, നിങ്ങൾ ആധാർ പുതുക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഫിംഗറും കൃഷ്ണമണിയുടെ അടയാളം അഥവാ കണ്ണിന്റെ അടയാളമൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ബയോമെട്രിക് അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഡെമോഗ്രാഫിക് അപ്ഡേഷൻ ആണ്. ഡെമോഗ്രാഫിക് അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മളെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, ഇവയൊക്കെ നമ്മൾ തിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന അപ്ഡേഷൻ ആണ് ഡെമോഗ്രാഫിക് അപ്ഡേഷൻ. അഥവാ നമ്മൾ ഡെമോഗ്രാഫിക് വിവരങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിന് ആ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.